കൊല്ലാണ് കേട്ടോ, കൊല്ലം ചാത്തന്നൂർ. നിങ്ങളുടെയൊക്കെ സ്ഥലം എവിടെയാ? ഈ ടോപ്പ് ജർമ്മനിലോട്ട് വന്ന പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്? ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും എവിടെ പോകുന്നത് എന്താണ് ഞാൻ ചോദിക്കുന്നത്. ജർമ്മൻ തന്നെ ചൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, അതവിടെ പോകുന്നതിന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പോകുന്ന വിഷയമാണല്ലോ. പാലക്കാടാണ് ഡോൺ ബോസ്കോ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. എൻ്റെ ഒരു അനിയത്തി ഇപ്പോൾ പോയി കേട്ടോ ജർമ്മനിക്ക്. ഈ 2-ാം തീയതി പോയി. ഹലോ രമേശ്, ഹായ്. ഹലോ സഹീബ്, ഹായ്. പ്രകാശേട്ടോ, ഹാപ്പി സൺഡേ. ഇന്ന് എന്തുമായിരുന്നു സൺഡേ ആയിട്ട് പരിപാടി? ഇന്ന് എന്തും എല്ലാവർക്കും സ്പെഷ്യൽ എന്തോ ഫുഡ്? ബീഫാ ഇന്ന് സ്പെഷ്യല്? ഇല്ല ചേട്ടാ, ഇന്നലെയും വീഡിയോ ഇട്ടിട്ടില്ല, ഇന്നും വീഡിയോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ചർച്ചിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റായി, പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഇന്നലെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നലെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതൊന്നും നടന്നില്ല. പ്രകാശ് ചേട്ടാ സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖമായിട്ടിരിക്കുന്നോ? എന്തുകൊണ്ട് വിശേഷം? കൃഷ്ണതേ കൊല്ലം. അതെ കൊല്ലം. ജർമ്മനിയിൽ എല്ലാവരും പോയി ഇപ്പോൾ ഒരു വിലയില്ല. അതാണ് എല്ലാവരും ഇപ്പോൾ ജർമ്മന ചൂസ് ചെയ്യുന്നത്. എന്താണെന്ന് അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു അവിടെ ജർമ്മൻ ഭാഷ പഠിക്കാൻ അത്രയ്ക്ക് ഈസിയാണോ? ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മീൻസ് മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ട് ഈസി ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എല്ലാവരും അങ്ങോട്ടാണ് ചൂസ് ചെയ്യുന്നത്. ചേട്ടാ ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്ന് നമുക്ക് പള്ളിയിൽ കഞ്ഞി ഉണ്ടായിരുന്നു, കഞ്ഞിയും പയറും, അത് കഴിച്ചു. ഓക്കെ. പത്തനംതിട്ടയിൽ എന്ത് ചെയ്യുമോ ഷാജി? ഫുൾ ഓഫാണോ ഇന്ന്? അത് പിന്നെ അങ്ങനെ ആണല്ലോ, ഇന്ന് ഓഫ് ആവുമല്ലോ. ബ്രോക്കർ ചായ കുടിച്ചില്ല. ചായ കുടിക്കണം. ചായ ഇട്ടില്ല, ചായ കുടിക്കണം. എമ്പുരാൻ്റെയൊക്കെ നെയ്യ്. ഓരോ പെണ്ണുങ്ങളുടെ പേരോട്ടിങ് ഇറങ്ങിക്കൊണ്ട് ചില അലവലാദികൾ. ഒരു വിവരമില്ല, എന്താ ചെയ്യാനാന്ന് പറ. പെണ്ണുങ്ങളുടെയും കൂടെ വില കളയാനൊക്കെ ഒരു മര്യാദ വേണ്ടേടാ എനിക്കൊക്കെ. ഒന്നല്ലെങ്കിൽ മലയാളികളല്ലേ, ഇച്ചിരി വില കാണിച്ചൂടെ? ഇച്ചിരി ഉളുപ്പെങ്കിലും കാണിച്ചൂടെ? എന്നല്ലേലും വരാനല്ല എന്തെങ്കിലും പറയണ്ടേന്നോ? ഇല്ല, അല്ലെങ്കിലും വരുന്നില്ല. അയ്യോ, നമ്മളെങ്ങോട്ടില്ല, നമ്മൾ നാടുവെട്ടിനി എങ്ങോട്ടും ഇല്ല. ഈ ടോക്സ് എവിടെയാ? ഹലോ അനു, ഹായ്. ഷാജി ചേട്ടാ ഇല്ല, ഇപ്പം ഷാർജയിലല്ല, ഞങ്ങളിപ്പോൾ നാട്ടിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 4-5 മാസത്തോളമായി നാട്ടിൽ വന്നിട്ട്. നമ്മൾ നവംബറിൽ വന്നതാണ്. ഇപ്പം നാട്ടിൽ തന്നെ കേട്ടോ. പത്തനംതിട്ടയിൽ എന്ത് ചെയ്യുക? കണ്ടോ, അടുത്തൊന്നും പെണ്ണുങ്ങളുടെ പേരുമായിട്ട് ഇറങ്ങിയൊക്കെ എന്ത് ചെയ്യാനാണ്? അഭിഷേക് നീന ചത്തു, എന്നെ കാണാനില്ല. കഥം പോകുക. ലൈക്ക് 12. താങ്ക് യു സോ മച്ച്. പ്രകാശായിട്ട് എന്ത് ചെയ്യുക? ഷാജിൻ്റെ പേര് സുമീന്നാണ് കേട്ടോ, സുമീസ. വിഷു നാളെയല്ലേ, ഇന്നല്ലല്ലോ. സദ്യയൊന്നും ഉണ്ടാക്കത്തില്ലായിരിക്കും. നമ്മളങ്ങനെ വിഷു അങ്ങനെ ഇതാവാറില്ല. അവിടെ എന്താ പരിപാടി? വിഷു കണിയൊക്കെ ഒരുക്കാറുണ്ടോ? അതിന് ഫുഡ് കഴിച്ചോ? എന്ത് ചെയ്യാനാ നിവിനെ? ചിലവർ അത് മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ ഈ സൂക്കേട്. കാരണം വിവരം വളരെ ലെവലേശം ഇല്ലാതെ ഉളുപ്പില്ലാത്ത കുറേ സ്റ്റാൻഡ് തരാഞ്ഞ തിരുമണ്ട. ഇന്നാൾക്ക് ഞാൻ പറഞ്ഞില്ലേ തിരുമരുതെന്ന്. കേട്ടോ നിവിനെ, ചില അലവലാതി ഷാജികളുണ്ട്, തീരെ വിവരമില്ലാത്ത കുറേ അലവലാദികൾ. അവർ റൂട്ട് മാറിയൊക്കെ വരും. എന്തോ ചെയ്യാനാണ്? അതും പെണ്ണുങ്ങളുടെ പേരിട്ട്. പെണ്ണ് എവിടെ ഉണ്ട് അവിടെ വന്ന് ഇമാതിരി എന്നുവെച്ചാൽ അവർക്ക് വേറെ ആരും ഇല്ലാത്തതാണ്. അവർ അവരുടെ ലൈഫിൽ ആരെയും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തവണ്ണം വന്ന്
കുറേ വൃത്തിയോട് പറഞ്ഞിട്ട് എന്താണെന്നറിയാൻ വയ്യ. ഉളുപ്പില്ല അമ്മേ. ഇതിനെയൊക്കെ എപ്പോഴെങ്ങനെ